ഇവൻ ബാൽക്കണിയിൽ വന്നിട്ട് അങ്ങ് വിളിക്കുക, സ്വന്തം ഉടുത്ത ഉടുമുണ്ട് അഴിച്ചിട്ട് അവൻ്റെ സാമാനം വരെ കിണുങ്ങാൻ വേണ്ടി വരെ കാണിച്ചിട്ടാണ് അവൻ അവിടെ നിൽക്കുന്നത്. നടൻ വിനായകൻ്റെ ഒരു പട്ടി ഷോ ആണ് നമ്മൾ ഈ താഴത്ത് കാണുന്നത്. അതായത് അയൽവാസികളെ പരത്തേറി വിളിക്കുന്ന ഒരു മണുകുണാഞ്ചൻ വിനായകൻ. കേട്ടല്ലോ അല്ലേ? കേട്ട് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എന്തായാലും ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കുക, ഇനി വീണ്ടും എടുത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ. പിന്നെ കരിയറിൽ, അതായത് തൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു മഹാവിജയമാണ് വിനായകൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ സ്വന്തം വ്യക്തി ജീവിതത്തിലെ ഒരു മഹാ അബദ്ധം, അതല്ലെങ്കിൽ ഒരു പബ്ലിക് നോയിസൻ, അതായത് ഒരു നാട്ടുകാർക്ക് ഒരു തല്ല് കൊള്ളാനുള്ള ഒരു അവസരം ഉണ്ടാക്കും മിക്കവാറും. അതായത് ഒരു നാടിൻ്റെ അപമാനമാകുന്ന രീതിയിലാണ് ഈ വിനായകൻ്റെ ഈ കാട്ടിക്കൂട്ടലുകൾ. ഫിലിമിൽ എന്തൊക്കെ ആണെങ്കിലും ഭയങ്കര പ്രൊഫഷണലാണ്, അതാണ് ഇതാണ് എല്ലാം സമ്മതിച്ചു, ഒരു ഗ്രേറ്റ് ആക്ടറാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഇടയ്ക്ക് ഇവൻ എന്താണോ അടിക്കുന്നത് നമുക്കറിയില്ല. അത് ഏത് ലെവലിൽ, ഏത് മൂത്ത ലെവലിൽ എന്താണോ ഇവൻ അടിച്ച് കയറ്റുന്നത് നമുക്കറിയില്ല. ഇവൻ എന്താണ് അടിച്ച് കയറ്റുന്നതെങ്കിൽ ഇവന് ബോധം പോവുകയും ചെയ്യും. ബോധം പോയി കഴിഞ്ഞാൽ ഇവനെപ്പോലത്തെ ഒരു പരത്തറ വേറെ ആരും നമ്മൾ കാണത്തുമില്ല. ഇത് ഒരിക്കലല്ല, അതിനു മുമ്പ് പലവട്ടം നമ്മൾ ഇവൻ്റെ ഈ പട്ടി ഷോ നമ്മൾ കണ്ടതുമാണ്. പിന്നെ ഇവൻ്റെ ഉള്ളിലുള്ള ഒരു ബോധമുണ്ട്, അതായത് ഒരു തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ, അതായത് താൻ ഏത് വലിയ ലെവലിൽ, ഇപ്പോൾ വിനായകൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ അറിയപ്പെടുന്ന ഒരാളായി മാറിയിട്ടുണ്ട് ജയിലറൊക്കെ മൂവി വന്നതിനൊക്കെ ശേഷം. അപ്പം ഇത്രയും വലിയൊരു സംഭവമായിട്ട് പോലും ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന താൻ ഏത് ലെവലിൽ നിന്ന് വന്നോ അവിടുന്ന് ഇത്രയും ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും പണ്ട് മുതലേ മനസ്സിൽ കയറ്റി വെച്ച കുറേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. സ്വന്തം ജാതിനോണ്ട്, സ്വന്തം കീഴ്ജാതിയാണ് ഞാൻ എന്നുള്ള തോന്നലുകൾ കണ്ടു കഴിഞ്ഞിട്ട്, അത് മനസ്സിലേക്ക് അങ്ങ് ഉറപ്പിച്ചതുകൊണ്ട് തന്നെ പിന്നെ ലോകത്ത് എന്ത് കണ്ടു കഴിഞ്ഞാലും ഇച്ചിരി ജാതി മൂത്ത ഈ പറഞ്ഞ എന്താ പറയുക നായന്മാരോ അല്ലെങ്കിൽ നമ്പൂരിഷന്മാരോ അല്ലെങ്കിൽ വിനായകൻ്റെ ജാതി എന്ന് പറയപ്പെടുന്നത് കീഴ്ജാതി ഏതോ ആണ്, അങ്ങനെയൊക്കെയാണല്ലോ ജാതി സിസ്റ്റം. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ അതില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വേറെ ആരെന്തിട്ട് കഴിഞ്ഞാലും ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ ഈ വിനായകൻ കണക്ട് ചെയ്യുക തൻ്റെ കീഴ്ജാതി ആയതുകൊണ്ട്, അല്ലെങ്കിൽ താനൊരു കീഴ്ജാതി ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുന്നതെന്നുള്ള തോന്നൽ കൊണ്ട് ഇവൻ അവിടെ കയറി ഷോ കാണിക്കും. ഇനി നാട്ടുകാർ എവിടെയെങ്കിലും എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാലും അതിനും കയറി ഷോ കാണിക്കും. പിന്നെ നമുക്കൊന്നും ഇഷ്യൂല, നമ്മൾ നമുക്കാകുന്നൊരു വിഷയമേ അല്ല. ഞാൻ കീഴ്ജാതി ആയതുകൊണ്ട് ഞാൻ എന്തും പറയാം, നിങ്ങൾ ആരടാ എന്നെ തകർക്കാൻ അല്ലെങ്കിൽ എന്നെ തടുക്കാൻ എന്നുള്ള രീതിയിൽ ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി ഇവൻ അഭിപ്രായം പറയും. അതാണ് വിനായകൻ. ഒരു മഹാ അപരാധമാണ് വിനായകൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ അവസ്ഥയിൽ താൻ എന്തൊക്കെ അവൻ ചെയ്തോട്ടെ, അവൻ ഇന്നലെ കാണിച്ചതാണ് അവൻ്റെ സ്വന്തം ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ ഇറങ്ങിയിരുന്നിട്ട് അയൽവാസികളോട് അല്ലെങ്കിൽ റോട്ടുമ്മ കൂടെ പോകുന്നവരോട് പച്ചത്തെറി, കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഈ വൃത്തികെട്ടവൻ്റെ വായിന്ന് വീണത്. നിങ്ങൾ തുടക്കത്തിൽ കണ്ടു കാണും. വേറെ നമ്മൾ എന്തിനൊക്കെ ന്യായീകരിച്ച് കഴിഞ്ഞാലും പലരും ഇതിന് വിനായകനെ ന്യായീകരിച്ച് വരുന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം. പക്ഷേ എന്തൊക്കെ നിങ്ങൾ ന്യായീകരിച്ച് കഴിഞ്ഞാലും വായിന്ന് വരുന്ന പച്ചത്തെറി അത് ഒരാളും ന്യായീകരിക്കാൻ പറ്റില്ല. ഇവരെ തെറി വിളിച്ചവരൊന്നും അവൻ വിളിക്കുന്നത്. ഇവൻ ബാൽക്കണിയിൽ വന്നിട്ട് അങ്ങ് വിളിക്കുക, സ്വന്തം ഉടുത്ത ഉടുമുണ്ട് അഴിച്ചിട്ട് അവൻ്റെ സാമാനം വരെ കിണുങ്ങാൻ വേണ്ടി വരെ കാണിച്ചിട്ടാണ് അവൻ അവിടെ നിൽക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ അത്. എന്നിട്ട് ഇത് പോസ്റ്റ് ഇട്ട് ഒരു സെലിബ്രിറ്റി, ഇവനാണോ ഒരു സെലിബ്രിറ്റി പുണ്ടാന്നും പറഞ്ഞിട്ട് ഒരുത്തനൊരു പോസ്റ്റ് ഇട്ടത്, അത് കട്ട് ചെയ്ത് സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ അവൻ അത് കയറ്റിയിടുകയും ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ്റെ ഒരു ശൈലി എന്താണെന്നുള്ളത്. അതായത് എനിക്കിതൊന്നും ഒന്നുമല്ല എന്നുള്ള തോന്നല. പക്ഷേ ഞാൻ കാര്യം, ഒരു സാധാരണ ഒരു മനുഷ്യൻ, ജാതി ഒക്കെ മാറ്റി വെച്ച് ഒരു സാധാരണ മനുഷ്യൻ പബ്ലിക്കായിട്ട് വന്നിട്ട്, എന്തായാലും അവനവൻ്റെ ബാൽക്കണിയിൽ നിന്നാണ് ഈ ഷോ കാണിച്ചത്. പിന്നെ പോകുന്നവരൊക്കെ തെറി വിളിക്കുന്നുണ്ട്. കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉടുത്തത് അയച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കില്ലേ? പെട്ടെന്ന് എടുക്കും. ഞാൻ പറഞ്ഞു ഇവനെതിരെ കേസെടുക്കണം. കേസെടുത്ത് ഇവനെ കൊണ്ടുപോയി അപ്പം തന്നെ ജാമ്യത്തിലും വിടും. 4 എണ്ണം പൊട്ടിച്ചിട്ട് ഇവനൊക്കെ ജാമ്യത്തിൽ നിന്ന് വിടാവും.
എന്നിട്ടേ വിടാവൂ. ഇവന് കൊടുക്കണം. ഇവനോട് ഈ ജാതിൻ്റെ അതൊന്നും വിചാരിച്ചിട്ട് പേടിച്ചിട്ടൊന്നും ആൾക്കാർ നിൽക്കാൻ നിൽക്കരുത്. ഇവൻ വലിയ നടനാന്ന് വിചാരിക്കും. 4 എണ്ണം ക്ലിയറായിട്ട് പൊട്ടിക്കുക അവന് വേണ്ടത്. അങ്ങനെ അടി കിട്ടി ഈ മറ്റേ ഇറച്ചി വേദന ആയി കഴിഞ്ഞാലുണ്ടല്ലോ കുറേയൊക്കെ ഒരു ബോധം വരും. അതായത് ഇവന് എന്ത് വേണം, ഇവൻ്റെ വീടിൻ്റെ അകത്തെ ബെഡ്റൂമിനോ അവൻ്റെ വീടിൻ്റെ അകത്ത് കയറി ഇവൻ ഉടുത്തത് അഴിച്ചിട്ട് അവിടെ കിടന്ന് അർമാദിച്ച് അവൻ ആടിക്കോട്ടെ, സ്വയം തെറി വിളിച്ചോട്ടെ, അവൻ്റെ കുടുംബക്കാരെ, അവൻ്റെ അച്ഛനെ അമ്മനെ, അവൻ ആരെങ്കിലും തെറി വിളിച്ചോട്ടെ. ഇവൻ്റെ ഈ ചെറ്റത്തരവും പുറത്തോട്ട് വന്ന് കാണിച്ച് ബാക്കിയുള്ള ആയിക്കൂടെ പോണ ആൾക്കാർ അപ്പുറത്തെ മൊത്തം ഫ്ലാറ്റുകാരാകുമ്പോൾ കാണിക്കേണ്ട വല്ല കാര്യം ഇവനുണ്ടോ? അത് ഇവൻ്റെ ചെറ്റ സ്വഭാവം കൊണ്ടല്ലേ. എന്തൊക്കെ പറഞ്ഞാലും മറ്റ് അഭിനയമൊക്കെ എന്തൊക്കെ അവൻ കാണിച്ചാലും സെറ്റിലൊക്കെ വളരെ ഡീസൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവൻ്റെ സ്വയം സ്വഭാവം പുറത്ത് വരുന്നത് മറ്റ് പല സാധനങ്ങളും കയറുമ്പോഴാണെന്നാണ് തോന്നുന്നത്. നമുക്കറിയില്ല അവൻ എന്താ കയറ്റുന്നത്. അവന് കൂട്ടിയിട്ട് കത്തിക്കുകയാണോ അതോ ഇവനിങ്ങനെ വലിയ മുന്തിയ സാധനങ്ങളുണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങളാണോ എടുക്കണ അറിയില്ല. അത് എടുക്കുമ്പോഴാണ് ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം, എൻ്റെ ഉള്ളിലിരിപ്പ് പുറത്തോട്ട് കാണിക്കുന്നത്. എന്താണെങ്കിലും ഒരു നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഉപകാരമില്ലാത്തൊരു സാധനമായിട്ടുണ്ട്. സിനിമയിൽ മാത്രം ഉപകാരമുണ്ട് ഇവനെക്കൊണ്ട്. അതല്ലാണ്ട് ഇതുപോലത്തെ ഒരു പരമനാറ് വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരുപോലെ എന്താ പറയുക ഒരു തല്ലുകൊള്ളിയായിട്ട് ജീവിക്കുന്ന ഒരു വലിയ നടനാണ് നമ്മുടെ വിനായകൻ. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ ഇത് കാണിച്ചിട്ട്? പിന്നെ സപ്പോർട്ടാണോ ചെയ്യുന്നത്? ചില ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവന് ചൈൽഡ് ട്രോമ എന്നൊക്കെ പറഞ്ഞു വരും. ചെറുപ്പത്തിൽ ഒരുപാട് ജാതി അധിക്ഷേപം കൊണ്ടായിരിക്കും. പിന്നെ ജാതി അധിക്ഷേപം എന്ത് തേങ്ങയാണെങ്കിലും അവനിപ്പോൾ അവൻ്റെ ഒരു നിലയും പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വിട്ട് പുറത്തെ ആൾക്കാരെടുത്ത് ഈ ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാലല്ലോ ഇവനൊന്നും ന്യായീകരിക്കാൻ നിൽക്കരുത് ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ, അല്ലെങ്കിൽ ഇവനെ കുനിച്ചെടുത്ത് ഇടിക്കാമെന്നാണ് അങ്ങ് തോന്നുന്നത് കണ്ടപ്പോൾ? പറയും.